മലഗാവ് സ്ഫോടന കേസിൽ മുംബൈയിലെ പ്രത്യേക NIA കോടതി വിധി പ്രസ്താവം ആരംഭിച്ചിരിക്കുന്നു. ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതിനെതിരെ തെളിവില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഗൗതം അനന്തനാരായൺ കൂടി ചേരുകയാണ്. ഒപ്പം S നന്ദഗോപൻ തുടരുന്നുണ്ട്. ഗൗതമിലേക്ക്. ഗൗതം, പറഞ്ഞതുപോലെ വിചാരിച്ചതുപോലെ പ്രതിഭാഗം ആവർത്തിച്ചു വാദിച്ചതുപോലെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്ന് കോടതി കണ്ടെത്തൽ. അനു, ഇപ്പോൾ ഈ സുപ്രധാനമായ ഈ കേസിൻ്റെ വിധി പ്രസ്താവം മുംബൈയിലെ പ്രത്യേക NIA കോടതി അതിൻ്റെ വിധി പ്രസ്താവം നടത്തുകയാണ്. ഇതിലേറ്റവും പുതിയ അപ്ഡേഷനുകളിൽ ഒന്ന് ഈ സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റേതാണ് എന്ന് നേരത്തെ തെളിയിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തെളിവുകൾ കൊണ്ടുവരാനുള്ളൊരു വലിയ ശ്രമം ഈ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരു ബൈക്കുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ആ ബൈക്ക് ഈ സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റേതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള വലിയ ശ്രമം കോൺഗ്രസ് ഭരണകാലത്തൊക്കെ നടന്നിരുന്നു. എന്നാൽ ഈ വിധി പ്രസ്താവത്തിൽ ഇപ്പോൾ ആ ബൈക്കുമായി സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറിന് ഒരു ബന്ധവുമില്ല എന്നൊരു വിധി പ്രസ്താവത്തിലേക്ക് ഇപ്പോൾ കോടതി എത്തുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാണ്. നേരത്തെ ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് കെട്ടിച്ചമച്ചതാണ് ഈ കാവി ഭീകരത എന്ന പദപ്രയോഗം എന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് 2007 മുതലാണ് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില കേസുകൾക്ക് ഹൈന്ദവ സംഘടനകൾക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അന്ന് ദേശീയ തലത്തിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസിൻ്റെ സർക്കാരും ചേർന്നുകൊണ്ട് പുതിയൊരു ടേം കോയിൻ ചെയ്തെടുക്കുകയായിരുന്നു. നമുക്കറിയാം, കാവി ഭീകരത അല്ലെങ്കിൽ ഹിന്ദുത്വ ഭീകരത എന്നൊരു പദപ്രയോഗം നമ്മൾക്ക് കേട്ട് പരിചയമില്ലാത്തതാണ്. ഇസ്ലാമിക ഭീകരത എന്നത് നമുക്കറിയാം ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ആധുനിക ലോകത്ത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണ് ഇസ്ലാമിക ഭീകരത. കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സിഖ് ഭീകരത ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഹിന്ദുത്വ ഭീകരത എന്നൊരു പദപ്രയോഗം നമ്മുടെ രാജ്യത്ത് മുൻപ് കേട്ടുകേൾവിയില്ലായിരുന്നു. UPA സർക്കാരിൻ്റെ കാലത്ത് വളരെ ബോധപൂർവമായി ചില സ്ഫോടന കേസുകളിലേക്ക് സന്യാസിമാരെ വലിച്ചഴിക്കുകയും അതിനുശേഷം കാവി ഭീകരത എന്നൊരു പുതിയ പദപ്രയോഗം കോയിൻ ചെയ്ത് എടുത്തു എന്നതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ അന്ന് മുതൽ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ പറഞ്ഞത് വളരെ വലിയ ഗൂഢാലോചന ഈ കേസുകൾക്ക് പിന്നിലുണ്ട് എന്നതാണ്. കാരണം ഇസ്ലാമിക ഭീകരത ഒരു ഭാഗത്ത് കരുത്താർജിക്കുമ്പോൾ, പ്രത്യേകിച്ച് UPA സർക്കാരിൻ്റെ കാലത്ത്, ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാമിക ഭീകരവാദികൾ തുടർച്ചയായി സ്ഫോടന പരമ്പരകൾ നടത്തിയ ഘട്ടത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിസ്ഥാനത്തായിരുന്ന 7 പേരെയും NIA കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ആർക്കെതിരെയും തെളിവില്ല, ആർക്കെതിരെയും തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രോസിക്യൂഷന് വീഴ്ച പറ്റി. ഇനി ATSന്റെയും NIAയുടെയും ചാർജ് ഷീറ്റ് വലിയ ഡിഫറൻസ്, ഹ്യൂജ് ഡിഫറൻസ്, വലിയ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അനു, തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ധർമ്മ വിജയം എന്ന ക്യാപ്ഷനാണ് ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി നമ്മൾ പറയേണ്ടത്. കാരണം സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെ 7 പ്രതികളെയും NIAയുടെ പ്രത്യേക കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. അതായത് മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളായിരുന്നവർക്കെതിരെ ഒരു തരത്തിലുള്ള തെളിവുകൾ കൊണ്ടുവരാനോ, അല്ലെങ്കിൽ ഈ കേസിൽ കൃത്യമായി ഈ ആരോപണം ഉന്നയിച്ച ഏജൻസികൾക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കൃത്യമായ വിവരം ഇപ്പോൾ കോടതി നൽകുകയാണ്. കുറ്റവിമുക്തരാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരത്തെ തന്നെ ഈ കേസിൽ സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തതിനെതിരെ വലിയ വിമർശനങ്ങൾ ആ കാലയളവിൽ ഈ അന്നത്തെ അന്വേഷണ സംഘങ്ങൾക്കെതിരെ ഉയർന്നിരുന്നു. ഇപ്പോൾ സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറും അതോടൊപ്പം തന്നെ കേണൽ പ്രസാദ് പുരോഹിതും ഉൾപ്പെടെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട 7 പേരും കുറ്റവിമുക്തരായിരിക്കുന്നു. കോടതി ഇവരെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. എന്തായാലും ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ റിപ്പോർട്ട് ഈ NIA കോടതിയുടെ ഈ തീരുമാനമാണ്. മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 7 പ്രതികളെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള സുപ്രധാനമായ തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അതിൽ സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ സംബന്ധിച്ച് അറിയാം, ഒരു സന്യാസ ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് സന്യാസത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകുന്ന ആ ഘട്ടത്തിലാണ് 2007 സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ ഈ കോൺഗ്രസിൻ്റെ ഭരണകൂടം വളരെ ബോധപൂർവമായി ഈ കേസിലേക്ക് വലിച്ചിഴച്ചത്. അതിൽ സാധ്വിക്കെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി ഏജൻസികൾ പറഞ്ഞത് ആ സ്ഫോടനത്തിന് ഉപയോഗിച്ച ബൈക്ക്, ആ ബൈക്ക് സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റേതാണ് എന്നുള്ളതായിരുന്നു. എന്നാൽ അന്ന് മുതൽ തന്നെ ഈ ദേശീയ പ്രസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറും
ചൂണ്ടിക്കാണിച്ചത് ആ ബൈക്കും താനുമായി ആ ഘട്ടത്തിൽ, ആ സ്ഫോടനം നടക്കുന്ന ഘട്ടത്തിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളതായിരുന്നു. ആ ബൈക്ക് തൻ്റേതാണ് എന്ന് തെളിയിക്കുവാൻ കേന്ദ്ര ഏജൻസികളെ ഉൾപ്പെടെ അന്ന് സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂർ വെല്ലുവിളിച്ചിരുന്നു. പക്ഷേ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ കേസുമായി ബന്ധപ്പെട്ട് കൊടിയ പീഡനങ്ങൾക്ക് ഈ സന്യാസിനി ജയിലിൽ വിധേയമാകേണ്ടി വന്നിട്ടുണ്ട്. ഏതാണ്ട് 9 വർഷക്കാലം തുടർച്ചയായി സ്വാധിക്ക് ജയിലിൽ കഴിയേണ്ട പശ്ചാത്തലമുണ്ടായി. അങ്ങനെ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയെന്ന് സ്വാധി പ്രഗ്യാ സിംഗ് ഠാക്കൂർ നേരിട്ട് പറഞ്ഞു എന്നത് മാത്രമല്ല, ജയിലിലേക്ക് വളരെ ആരോഗ്യവതിയായി പോയിരുന്ന സ്വാധി പിന്നീട് തിരിച്ചു വരുന്നത് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളെല്ലാം നമ്മൾ ആ കാലഘട്ടത്തിൽ കണ്ടതാണ്. അതിനാൽ ധർമ്മ വിജയം എന്നത് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഒരു സന്യാസിനിയെ വളരെ ബോധപൂർവമായ ഒരു കള്ളക്കേസിൽ കുടുക്കുന്നു എന്നത് ഒരു ഭാഗത്ത്. 2, നമ്മുടെ രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്തൊരു പുതിയ ടേം കോയിൻ ചെയ്യുവാൻ കോൺഗ്രസിൻ്റെ ഭരണകൂടം ശ്രമിച്ചു എന്നതാണ്. അത് കാവി ഭീകരത എന്നൊരു പുതിയ ടേം കോയിൻ ചെയ്തുകൊണ്ട് വരാനുള്ള ശ്രമം. ആ ശ്രമങ്ങളെല്ലാം ഇപ്പോൾ കോടതി പരിപൂർണമായി തള്ളിക്കളയുകയാണ്. അപ്പോൾ ഇവിടെ വളരെ പ്രസക്തമായ ചോദ്യം ഉയരുന്നത്, എവിടെയാണ് കാവി ഭീകരത എന്ന വളരെ പ്രസക്തമായ ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. അനു, തീർച്ചയായും. മാത്രമല്ല, ഈ ഘട്ടത്തിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് ഗൗതം, എന്തുകൊണ്ട്, എന്തിനു വേണ്ടി അന്ന് ഈ തിരക്കഥ രചിച്ചു എന്നത് തന്നെയാണ്. സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. ഈ NIA കോടതിയിൽ നേരിട്ട് വന്ന് സാക്ഷികൾ മൊഴി നൽകിയിരുന്നു. തങ്ങളെ എപ്രകാരമാണ് അന്നത്തെ മഹാരാഷ്ട്ര ATS നിർബന്ധിച്ച് ഓരോ പേരും പറയാൻ നിർബന്ധിച്ചതെന്നും പറയേണ്ടി വന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെ. എന്തായാലും അന്നത്തെ ഈ രാഷ്ട്രീയ തിരക്കഥയ്ക്ക് പിന്നിലുള്ളവർ വെളിച്ചത്ത് വരട്ടെ. അത് തന്നെയാണ് ഇപ്പോൾ ഈ NIA കോടതിയുടെ ജഡ്ജി തന്നെ ഈ വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അന്വേഷണത്തിൽ അപാകതയുണ്ട് എന്നതാണ്. അതായത് ഈ അന്വേഷണത്തിൽ നേരത്തെ മുതൽ തന്നെ അപാകതയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നതാണ്. കാരണം ഈ ആദ്യഘട്ടത്തിൽ മഹാരാഷ്ട്ര ATS ആണ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തിയത്. നമുക്കറിയാം, ആ സമയത്ത് ദേശീയ തലത്തിലും കോൺഗ്രസിൻ്റെ UPAയുടെ ഭരണമാണ്. സംസ്ഥാനത്ത് അന്ന് വിലാസ് റാവു ദേശ്മുഖിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ സർക്കാരാണ് മഹാരാഷ്ട്രയിൽ അധികാരത്തിലിരുന്നത്. ആ ഘട്ടത്തിൽ ATSൻ്റെ ഭാഗത്ത് നിന്നും ഈ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല, ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരെ കള്ളക്കേസിൽ കുടുക്കിയതാണ്, തങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തൊരു കേസിൽ, അല്ലെങ്കിൽ അഭിനവ് ഭാരതിന് നേരിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു കേസിലേക്ക് അതിൻ്റെ നേതൃത്വത്തെ വലിച്ചഴക്കുകയായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ കാര്യം തന്നെയാണ് ഇപ്പോൾ കോടതിയും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 7 പേരെയും കുറ്റവിമുക്തരാക്കുന്നതിനൊപ്പം അന്വേഷണത്തിൽ വലിയ അപാകതയുണ്ട് എന്ന കാര്യം കോടതി കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ചെന്നെത്തിയത് ഇസ്ലാമിക സംഘടനകളിലേക്കായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ മുജാഹിദീനും അതുപോലെ തന്നെ ഭാരതത്തിൽ ബാൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് എന്ന സിമി പോലെയുള്ള സംഘടനകളാണ് ഈ മലേഗാവിൽ 2008 സെപ്റ്റംബർ മാസം 29-ന് സ്ഫോടനം നടത്തിയത് എന്നൊരു അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം ആ നിലയിലാണ് പോയത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ സന്യാസിനിയെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഒരു ട്വിസ്റ്റ് രൂപപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായി. അന്ന് തന്നെ ഇതിൽ വലിയ തോതിലുള്ള സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു. മഹാരാഷ്ട്രയിൽ നടക്കുന്ന ഒരു സ്ഫോടനത്തിൽ മധ്യപ്രദേശിൽ സന്യാസിയായിട്ടുള്ള പ്രഗ്യാ സിംഗ് ഠാക്കൂർ എങ്ങനെ ഉൾപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നതാണ്. എന്തായാലും ഇപ്പോൾ കോടതി ഈ വിധി പ്രസ്താവത്തിനകത്തും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്വേഷണത്തിനകത്ത് വലിയ തോതിലുള്ള പാകപ്പിഴ ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ളൊരു നിഗമനം കോടതിക്കുണ്ട്. അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂറും കേണൽ പ്രസാദ് പുരോഹിതും ഉൾപ്പെടെയുള്ള പ്രതികളായിരുന്നവരെ ഇപ്പോൾ കോടതി കുറ്റവിമുക്തമാക്കിയിരിക്കുന്നത്. അനു, നന്ദഗോപനിലേക്ക് വീണ്ടും. നന്ദൻ, നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ കോടതി വിധി പ്രസ്താവം ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല, നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും പ്രതീക്ഷിച്ച പോലുള്ള വിധി. 7 പേരും കുറ്റവിമുക്തർ. തെളിവുകൾ ഉണ്ടായിരുന്നില്ല ഈ കേസിൽ കെട്ടിച്ചമച്ചത് എന്ന് വ്യക്തമായിരുന്നു. 17 വർഷങ്ങളാണ് ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭത്തിന് വേണ്ടി കെട്ടിച്ചമച്ച കേസിൽ 7 പേർ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വന്നത്. അതിന് ശേഷം സത്യം ജയിച്ചിരിക്കുന്നു, ധർമ്മം തെളിഞ്ഞിരിക്കുന്നു. അനു, ഈ കേസ്, അതായത് 2008 സെപ്റ്റംബർ 29-ന് ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെന്ന് സംശയിക്കുന്ന ചില മുസ്ലിം യുവാക്കളെയായിരുന്നു. എന്നാൽ പിന്നീടായിരുന്നു ഈ കേസിൽ പെട്ടെന്ന് ട്വിസ്റ്റ് ഉണ്ടായത്. രാഷ്ട്രീയ ഇടപെടലുണ്ടായി. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് NCP സഖ്യം ഭരിക്കുന്ന സർക്കാർ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇത് കാവി ഭീകരതയെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും യഥാർത്ഥത്തിൽ അവർ
മെനയുകയായിരുന്നു. പിന്നീട് ഈ മുസ്ലിം യുവാക്കളെ കേസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സന്യാസിനി അടക്കമുള്ള ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു സന്യാസിമാരെ അടക്കം പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. തുടർന്ന് കാവി ഭീകരത എന്നുള്ള അത്തരമൊരു പ്രചരണം രാജ്യത്താകെ അഴിച്ചുവിടുവാൻ വേണ്ടി കോൺഗ്രസിനും അതേപോലെ തന്നെ NCPയും ഒപ്പം തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം ഈ കാവി ഭീകരതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് തുടക്കം കുറിക്കുകയായിരുന്നു. എന്നാൽ അന്ന് തന്നെ BJP അടക്കം ചൂണ്ടിക്കാണിച്ചത് ഇത് ഫാബ്രിക്കേറ്റഡ് കേസ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. യാതൊരു തരത്തിലും ഒരു അടിസ്ഥാനത്തിലും ഒരു തെളിവുകളും ഈ പറയുന്ന സ്വാതി പോലെയുള്ള അല്ലെങ്കിൽ പ്രമുഖർക്ക് ഈ കേസിൽ ഉൾപ്പെട്ട ഒരാൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളത് വ്യക്തമായി തെളിയിക്കുവാൻ കോടതിക്ക് മുമ്പാകെ സാധിച്ചു എന്നുള്ളതാണ് ഈ